ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ്. റഷ്യ ഒരു തന്ത്രപരമായ പങ്കാളിയായിട്ടാണ് സത്യത്തിൽ ഏതാണ്ട് 19 വർഷമായിട്ട് ഇന്ത്യ കണ്ടുകൊണ്ടിരുന്നതെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ മാറിപ്പോയ ജിയോ പൊളിറ്റിക്സിലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം റഷ്യ ഇപ്പോൾ നമ്മൾ കൈയൊഴിയുന്ന ഒരു മേഖലയിലേക്കാണ് വന്നിരിക്കുന്നത്. കാരണം റഷ്യയുമായിട്ടുള്ള ഡീലിനേക്കാൾ നമുക്ക് എന്തുകൊണ്ടും നല്ലത് അമേരിക്കയുമായിട്ടുള്ള ഡീലുകളാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഭരണ നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കാരണം സാമ്പത്തികമായ മേഖലകളിൽ റഷ്യയുമായിട്ടുള്ള സഹകരണം നമുക്കത്ര ഗുണകരമായിരിക്കുകയില്ല. സൈനികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിൽ മാത്രമേ റഷ്യയുമായിട്ടുള്ള മാറ്റങ്ങൾ ഇന്ത്യക്ക് സഹായകരമാവുകയുള്ളൂ. പക്ഷേ ഇനിയുള്ള കാലം സൈനികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ പ്രസക്തി ഉണ്ടെങ്കിൽ പോലും സൈനികമായിട്ട് മാത്രം നമ്മൾ മുന്നോട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാമ്പത്തിക രംഗം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലാതായിട്ട് പോകും. കാരണം സൈനികം നമുക്ക് റഷ്യയിൽ നിന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ അന്നത്തെ കാലത്ത് പഴയ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 72-ലും ആ കാലഘട്ടത്തിലൊക്കെ ലോകത്തിൽ നമുക്ക് സൈനിക സഹായം തരാൻ പറ്റുന്ന ഒരു രാജ്യം റഷ്യ മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് ലോകത്തിൽ പല ഭാഗങ്ങളിലും നമുക്ക് സൈനിക സഹായം കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന് ഇസ്രായേൽ ഒരു വലിയ ഫാക്റ്റാണ്. ഇസ്രായേലിൽ നമുക്ക് സൈനിക എക്യുപ്മെൻറ്റ്സ്, സഹായങ്ങളും സാങ്കേതികവിദ്യയൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ യൂറോപ്യൻ കൺട്രീസ് എല്ലാം ഇപ്പോൾ വളരെ വികസിതമായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഫ്രാൻസും ജർമ്മനിയും ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് മുന്നോട്ട് വെക്കുന്നത്. ജർമ്മനിയുടെ സഹായത്തോടെ മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ 5ാം തലമുറ യുദ്ധവിമാനത്തിലുള്ള പ്രോജക്റ്റ് ഫ്രാൻസുമായിട്ട് ചേർന്ന് നമ്മൾ സംയുക്തമായിട്ട് നിർമ്മിക്കുന്നു. ഇതൊക്കെ ഏതാണ്ട് നമ്മുടെ ഒരു 90% നമ്മുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് പര്യാപ്തമാണ് ഈ ഡീലുകളൊക്കെ. അതുപോലെ തന്നെ റഷ്യയായിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും പിൻവാങ്ങുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഇനിയുള്ള സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു പിന്മാറ്റത്തിൻ്റെ ഒരു ലക്ഷണമാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ വിദേശകാര്യമന്ത്രിയൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു സൂചനകളാണ്. കാരണം ആദ്യമായിട്ടാണ് ഒരു വിദേശകാര്യമന്ത്രി പറയുന്നത് ഇന്ത്യയിലെ കമ്പനികൾ അവർക്ക് ലാഭകരമായിട്ട് തോന്നുന്ന സംരംഭങ്ങളുമായിട്ട് കരാറിൽ ഏർപ്പെട്ട് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യട്ടെ എന്നാണ് വിദേശകാര്യമന്ത്രി പറഞ്ഞത്. അതിൻ്റെ അർത്ഥം റഷ്യയുമായിട്ട് ഒരു വലിയ റിലേഷൻഷിപ്പിന് ഇനിയുള്ള സാധ്യതയില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണമായിട്ട്, പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ലെങ്കിൽ പോലും റഷ്യയുമായിട്ട് പഴയതുപോലെയുള്ള ഒരു നല്ല ആകർഷകമായ വാമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഇനി എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പുതിയൊരു മന്ത്രിസഭ വരുന്നത് വരെയെങ്കിലും ആ റിലേഷൻഷിപ്പ് പഴയ പോലെ ആവത്തില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അമേരിക്കയായിട്ടുള്ള വാണിജ്യ കരാറിൽ അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് നമുക്ക് ഗുണകരമായിട്ട് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.